ഈശോയിൽ സ്നേഹമുള്ളവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠനം അവസാനിപ്പിച്ചത്. ഈ എപ്പിസോഡിൽ 4 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ പഠനവിധേയമാക്കുകയാണ്. അവിടെ കർത്താവ് സ്വയമേവ പീഡാസഹനങ്ങൾക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വചനഭാഗമാണ് നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത്. കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവപുത്രനായ മിശിഹായ്ക്ക് പിതാവായ ദൈവവുമായുള്ള ഗാഢമായ ബന്ധം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ധീരതയോടുകൂടെ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ച് തന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടി വന്ന പടയാളികളുടെ മുൻപിലേക്ക് നെഞ്ചു വിരിച്ച്, നമ്മളങ്ങനെയല്ല പറയണേ അല്ലേ, നെഞ്ചു വിരിച്ച് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചത്. അത് ധൈര്യമാണ്. ഈ ധൈര്യം കിട്ടുന്ന എപ്പോഴാണെന്നറിയാവോ? നമുക്കൊരു വ്യക്തിയുമായി ഗാഢമായ ബന്ധമുണ്ടാകുമ്പോഴുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയും വചനാധിഷ്ഠിത ജീവിതം അഥവാ ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവർ ദൈവമക്കൾ കടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്നുള്ളതാണ് ഈശോയുടെ പ്രബോധനം എന്ന് പറയുക. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ ഈശോ നിരന്തരം ശ്രദ്ധാലുവായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പരാമർശ വിഷയം എന്ന് പറയുക. ഈശോ പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ, ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക. എന്നെ ആരാണോ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് എ കൺവിക്ഷൻ ദറ്റ് ജീസസ് ഹാഡ് ഇൻ ഹിസ് ലൈഫ്. ഇതൊരു ബോധ്യമാണിത്. സഹോദരങ്ങളെ, നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടെങ്കിലേ നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ. നിലപാടുകളുള്ള മനുഷ്യരായി ഞാനും നിങ്ങളും ജീവിക്കണം. ചത്തേ ചതഞ്ഞേ എന്നതുപോലെ അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, ഒരു വഴുവഴുപ്പൻ രീതിയിലുള്ള ജീവിതം, ഒരു നിലപാടുകളുമില്ലാത്ത ജീവിതം അപഹാസ്യമാക്കപ്പെടും. കൃത്യതയോടുകൂടെ ഏതൊരു കാര്യത്തും നിലപാടുകളെടുത്ത് മുൻപോട്ട് പോവുക, സമരസപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ എതിർപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയും സമരസപ്പെടാനായിട്ടുള്ള ധീരത കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്രകാരം ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ചതുപോലെ അവൻ്റെ ജോലി പൂർത്തിയാക്കാനായി കടന്നു വന്നവനാണ് ഞാൻ, അയക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്, അവർ പറഞ്ഞു, നസ്രാനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അത് ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും അവർ നിലംപതിക്കുകയും ചെയ്തു എന്നാണ് 5-6 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. പീഡിതനായ നീതിമാന്റെ മുൻപിൽ ശത്രുക്കൾ നിലംപതിക്കുന്നതായി സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്ന വചനഭാഗം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു അർത്ഥം നമുക്കിവിടെ കാണാൻ പറ്റും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും 35-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിലും സങ്കീർത്തകൻ ഇപ്രകാരം വചനം എഴുതി വച്ചിട്ടുണ്ട്: പടയാളികൾ അവൻ്റെ മുൻപിൽ നിലംപതിച്ചു എന്നുള്ള വാക്യം. അതോടൊപ്പം ഈ രംഗത്ത് ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമായി യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നസ്രായനായ ഈശോയെ അന്വേഷിച്ച പടയാളികളോട് അത് ഞാനാണ് എന്ന് അവിടുന്ന് പറയുന്നു. 2-ാം പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്, അത് ഞാനാണ്. 18-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്, ഞാനാകുന്നു, ഏഗോയ് എയ്മി. നമ്മൾ ഈ വചനം പഠിച്ചതാണ്. ഈ വാക്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ നടത്തിയതാണ്. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്.
ഈ മറുപടി കേട്ടപ്പോൾ അവർ പിൻവലിയുകയും നിബദിക്കുകയും ചെയ്തു എന്നാണ് 6-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരന്വേഷിക്കുന്ന ഈശോ തന്നെയാണ് അവിടുന്ന് എന്നുള്ള ഒരർത്ഥമേ അതിനുള്ളൂവെങ്കിൽ ഈ പ്രതികരണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആകുന്നു എന്ന പ്രയോഗം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ദൈവനാമത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമകാലം മുതൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ഏഗോയി എയ്മി, ഞാനാകുന്നു. ഞാൻ ആരാകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായുള്ള ദർശനമുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു കർത്താവിന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാനാണ് മരണവും പുനരുദ്ധാനവും. ഇപ്രകാരം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നുണ്ട് ബോധ്യങ്ങളോടുകൂടെ യേശു കർത്താവ് എന്നുള്ളത്. അവൻ ആരാണ് എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ചില മനുഷ്യരെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. താൻ ആരാണ് എന്ന് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, നമ്മൾ കൃത്യതയോടുകൂടെ ധാരണയുള്ളവരായി, ബോധ്യങ്ങളുള്ളവരായി, നിലപാടുകളുള്ളവരായി ജീവിക്കണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ഇതിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. 7 തവണ കർത്താവ് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ. അത് യോഹന്നാൻ്റെ സുവിശേഷ രചനയുടെ ഒരു പ്രത്യേകതയായി ബൈബിൾ പണ്ഡിതന്മാർ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ദ 7 I am സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജീസസ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ പ്രബന്ധം തന്നെയും എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ ഞാൻ ഓർക്കുകയാണ്. താൻ ദൈവമാണ് എന്നും ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണ് എന്നും സൂചിപ്പിക്കുകയാണ് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ ആകുന്നു, ഞാൻ ദൈവമാകുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തുന്നത്. ഈശോയിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈശോ ഈ ലോകത്തിൽ പൂർത്തിയാക്കിയ ജോലി ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. 17-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ്, അവൻ ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്താനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇതാണ് പിതാവേ, നിരുവേണ്ടിയാണ് നീ എന്നെ അയച്ചത് എന്ന് ഈശോ പറയുന്ന വചനഭാഗമാണ് 17-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ പഠിച്ചത്. ആ ജോലിയുടെ പൂർത്തീകരണം അവിടുത്തെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സംഭവിക്കാൻ പോകുന്നു എന്ന് ഇവിടെ യോഹന്നാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ ദൈവത്വം പൂർണ്ണമാകുകയാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ഈ വാക്കുകളിലൂടെ. പടയാളികളുടെ ഈ പ്രതികരണം അവർ ഈശോയെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പരോക്ഷമായ ഒരു സൂചനയും 4-ാം സുവിശേഷകൻ നൽകുന്നുണ്ട്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ചോദ്യത്തിന് നസറായനായ ഈശോ എന്ന് അവർ ഉത്തരം കൊടുക്കുമ്പോൾ, ഞാനാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് മുൻപോട്ട് കയറി നിൽക്കുമ്പോൾ അവർ പിൻവലിഞ്ഞ് നിലംപതിച്ചു എന്ന വാക്കുകളിലൂടെ പടയാളികൾ പോലും അവനെ ആരാധനയോടെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യംഗ്യ അർത്ഥം, ഒരു ഇൻഡയറക്റ്റ് മീനിങ് പ്രിയപ്പെട്ടവരെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മിശിഹ ലോകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ സ്ക്രീനിൽ നമ്മൾ കാണുന്ന വചനങ്ങൾ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയല്ലേ. ദൈവത്തെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുവാനെന്ന നിലയിലാണ് ഈശോ ലോകത്തിൻ്റെ പ്രകാശമായി ലോകത്തിലേക്ക് വന്നതും. അതുകൊണ്ടാണ് യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ഈശോ അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അങ്ങനെ ഈശോ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ ലോകത്തെ രക്ഷിച്ചത് എന്നുള്ള പ്രസ്താവന സഹോദരങ്ങളെ ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. രക്ഷാകരമായ ആ വെളിപ്പെടുത്തലിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് തൻ്റെ പീഡാനുഭവ, മരണ,
ഉത്ഥാനങ്ങളിലൂടെ ഈശോ പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും കർത്താവ് തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. ഞാനാകുന്നു. ഞാൻ ആരാകുന്നു? ഞാൻ നസറായനായ ഈശോയാകുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് തൻ്റെ പീഡാസഹനങ്ങളിലേക്ക്, മരണ ഉത്ഥാനങ്ങളിലേക്ക് പ്രവേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കുരിശുമരണത്തിലേക്ക്, പീഡാസഹനങ്ങളിലേക്ക്. താൻ തന്നെക്കുറിച്ച് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും പിതാവിൻ്റെ ഹിതം എന്താണ് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പൂർണ്ണമായ ബോധ്യത്തോടുകൂടെയാണ് അവൻ പീഡാസഹനങ്ങളിലേക്ക് പ്രവേശിച്ചത് എന്നതും പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമുള്ള വാക്യങ്ങളും ഇതിലേക്ക് വെളിച്ചം വീശുന്നവയാണ് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അടുത്ത ഒരു വചനഭാഗം എന്ന് പറയുന്നത് 10ഉം 11ഉം വാക്യങ്ങളാണ്. സവിശേഷമായൊരു ശ്രദ്ധ അർഹിക്കുന്ന ഒരു ഭാഗമാണത്. അവിടെയാണ് ആയുധങ്ങളുമായി തന്നെ പിടിക്കാൻ വന്നവരെ സ്നേഹമെന്ന ആയുധം കൊണ്ട് കർത്താവ് നിരായുധരാക്കുന്നത്. 8, 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ. ശിമയോൻ പത്രോസ് വാളൂരി പടയാളികളിൽ ഒരുവൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞു. അപ്പോൾ ഈശോ ശിമയോൻ പത്രോസിനെ വിലക്കുന്നുണ്ട്. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞുകൊണ്ട് ശിമയോൻ പത്രോസിനെ വിലക്കിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് അറസ്റ്റ് വരിക്കുകയും ചെയ്തു ഈശോ. ഇവിടെയാണ് കർത്താവ് സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുന്നത്, നിരായുധരാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വചനഭാഗങ്ങളിൽ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈശോ ശത്രുസ്നേഹം പ്രാവർത്തികമാക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാ, വചനം ജീവിക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ്. വെറുതെ വായിക്കാനും കേൾക്കാനും പ്രസംഗിക്കാനും മാത്രമുള്ളതല്ല. സുഹൃദേവൻ പോലെ വചനം ചൊല്ലിക്കൊണ്ട് മാത്രം നടന്നാൽ പോരാ. ആ ചൊല്ലുന്ന വചനം, വായിക്കുന്ന വചനം, കേൾക്കുന്ന വചനം നീ ജീവിക്കാൻ തയ്യാറാകണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവമായ കർത്താവ്. ഇവിടെ ശത്രുസ്നേഹം അവൻ പ്രാവർത്തികമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞവൻ ശത്രുസ്നേഹം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് തന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടി വന്നവൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞപ്പോൾ അത് സുഖപ്പെടുത്തി കൊടുക്കുന്നത്. മാൽക്കോസ് എന്നു പേരുള്ള പടയാളിയുടെ ചെവിയാണ് പത്രോസ്, ശിമയോൻ പത്രോസ് അരിഞ്ഞു കളഞ്ഞത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ വാളെടുത്ത് വീശുമ്പോൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് ലൂക്കാസ് സുവിശേഷകൻ 23-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവ് പിതാവിനോട് കുരിശിൽ കിടന്നുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇപ്രകാരമുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മളെയൊക്കെ നയിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്കാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നുള്ള കർത്താവിൻ്റെ പ്രബോധനം അവൻ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പാപികളെ സ്നേഹിക്കുന്നതിലൂടെയാണല്ലോ ദൈവം മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്. സ്ക്രീനിൽ ആ വചനം നിങ്ങൾക്കായി എഴുതിയിട്ടിട്ടുമുണ്ട്, വായിച്ചു നോക്കാം നിങ്ങൾക്ക്. എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നമ്മൾ പാപികളാണ് എന്നറിഞ്ഞിട്ടാണ് പാപികളെ രക്ഷിക്കാനായി കർത്താവ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ ഓർക്കുക, പാപികളായ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ പോലെ ഞാനും നിങ്ങളും ദൈവകൃപ സ്വീകരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അപ്രകാരം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക. ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നത് വഴിയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും പരസ്നേഹത്തിലേക്ക് നയിക്കപ്പെടുക. അപ്രകാരം പരസ്നേഹത്തിലേക്ക് നയിക്കപ്പെടുന്ന വ്യക്തികളാകണം നമ്മൾ എന്നുള്ളതാണ് ഈശോ നമ്മോടെല്ലാവരോടും ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് സ്നേഹത്തിൻ്റെ അർത്ഥം.
എത്രമാത്രം ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ പ്രായോഗികമായി പ്രാവർത്തികമാക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും സ്നേഹം പ്രാവർത്തികമാക്കുന്ന ജീവിതശൈലി ഇത് കേവലം ഡയലോഗ് അടിക്കാൻ മാത്രമുള്ളതല്ല, കേവലം പുറംപൂച്ചിന് പറയാൻ മാത്രമുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ് എന്ന് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: ഞാൻ എപ്രകാരമാണ് സ്നേഹിക്കണമെന്ന് പറയുന്നതും സ്നേഹം ജീവിക്കുന്നതും. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈശോയെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നേ? ചിലർക്ക് പറയാറുണ്ട്, എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ദൈവത്തിൽ വലിയ വിശ്വാസമാണ്, പക്ഷെ കൂടെയുള്ളവർക്ക് അറുത്ത കൈക്ക് ഉപ്പ് പോലും തേക്കില്ല എന്ന് പറയാറില്ലേ? ഇങ്ങനെയുള്ള ചില മനോഭാവങ്ങൾ. നന്മ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചറിയണം, സ്നേഹം കൊടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയണം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അപ്രകാരം അനുഭവിച്ചറിയാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗങ്ങളൊക്കെയും. അപ്പോൾ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം, കർത്താവിനെ ഗത്സമൻ തോട്ടത്തിൽ ബന്ധിക്കുന്ന പടയാളികൾ ഒരു ഭീകരനെ പിടിച്ചുകൊണ്ട് പോകാൻ എന്ന വണ്ണം അവിടേക്ക് ഓടി വരുന്നതും, കർത്താവ് അവരുടെ മുൻപിലേക്ക് ചെന്ന് കിദ്രോൺ വാലിയുടെ മറുകരയിൽ ചെന്ന് നിന്നിട്ട് അവരോട് അവൻ പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമാണ്: നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസ്രായന യേശുവിനെ എന്ന് പറയും, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ അവർക്ക് കയ്യാളിച്ചു കൊടുക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സംവദിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം അവന് ധൈര്യം പകർന്നു കൊടുക്കുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയ കാര്യം. അപ്രകാരമുള്ള ധൈര്യത്തിൽ നിന്നാണ് അവൻ അവരുമായി സംവദിക്കുന്നതും അതിനുശേഷമുണ്ടാകുന്ന എപ്പിസോഡുകളൊക്കെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഇപ്രകാരമുള്ള ദൈവ സ്നേഹത്തിലേക്ക് നമ്മളെ വഴി നടത്താൻ ഗുണകരമാകും എന്ന് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ. ഇപ്രകാരം ദൈവീകമായി കൃപാവരം സ്വീകരിക്കാൻ ഞാനും നിങ്ങളും എപ്രകാരമാണോ അവൻ്റെ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്നത്, അതുവഴി നമ്മളെല്ലാവരും പരസ്പരം സ്നേഹം അഭ്യസിക്കാൻ തുടങ്ങും, അത് പ്രായോഗികമാക്കാൻ തുടങ്ങും, അത് ജീവിക്കാൻ തുടങ്ങും. ഇതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് എന്ന് ആദ്യത്തെ 11 വാക്യങ്ങൾ 18-ാം അധ്യായത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. ഈ വ്യാഖ്യാനത്തിൽ നിന്നും നമ്മൾ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 11 വാക്യങ്ങൾ നമുക്ക് നൽകുന്ന വിചിന്തനം എന്താണ്? യൂദാസ് തൻ്റെ മാനുഷികതയ്ക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യനാണ്. അവനും വിളിക്കപ്പെട്ടവനായിരുന്നു മറ്റു 11 ശിഷ്യന്മാരെ പോലെ തന്നെ. പക്ഷെ അവൻ തൻ്റെ മാനുഷികമായ ബലഹീനതയ്ക്ക് അടിമപ്പെട്ടു പോയി. അതുകൊണ്ടായിരിക്കണം അവൻ പാപം ചെയ്തത്, അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മുടെ മാനുഷികതയാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് മാനുഷികമായ ദൗർബല്യങ്ങളെ അതിജീവിക്കാൻ അതിസ്വാഭാവികമായ ദൈവകൃപ ആർജിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈശോ വരാനിരിക്കുന്ന തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി പ്രവചിച്ചപ്പോൾ അതിനെതിരായി പ്രതികരിച്ച ശിമയോനോട് പറഞ്ഞ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവ് താൻ കുരിശുമരണത്തിനു വേണ്ടി പീഡാസഹനത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള പ്രവചനം നടത്തുമ്പോൾ ഈശോ ശിമയോൻ പത്രോസിനെ വിളിക്കുന്ന വാക്കെന്താണ് എന്ന് മത്തായി സുവിശേഷകൻ 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ഇത് പ്രതിപാദിക്കപ്പെടുന്നുമുണ്ട്. ആ വചനഭാഗം ഇങ്ങനെയാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശിമയോൻ പത്രോസിനോടാണ് യേശു പറയുന്നത്. ഈശോ തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ, വിളിക്കുന്ന പേര് ശ്രദ്ധിച്ചോ, സാത്താനേ, എൻ്റെ മുമ്പിൽ നിന്നു പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ്.
മാനുഷികമായ ദൗർബല്യങ്ങളും ബലഹീനതകളും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുമെന്നും പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയും അല്പം കൂടെ മെച്ചപ്പെട്ട വ്യക്തികളായി ജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും അത് സ്വീകരിക്കുവാനും തടസ്സമായി തീർന്നത് ശിമയോൻ്റെ മാനുഷികതയാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഈ വചനഭാഗങ്ങൾ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായ നിലപാട് പൈശാചികമാണെന്നും സാത്താനേ എന്ന സംബോധനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് സുവിശേഷകൻ. ഇവിടെ യൂദാസിനെയും പിശാച് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 70-71 വാക്യങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഈശോയെ ഒറ്റക്കൊടുക്കുവാൻ ഇറങ്ങിത്തിരിച്ച യൂദാസിൽ സാത്താൻ പ്രവേശിച്ചതായും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനമാണ് അപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനഭാഗം. ദ്രവ്യാഗ്രഹവും മനുഷ്യസഹജമായ ബലഹീനതയാണ്. യൂദാസ്കറിയോത്തയ്ക്ക് ബുദ്ധിമുട്ടുളവാക്കിയ ഒരു പ്രശ്നവും അവനിലുണ്ടായ ദ്രവ്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് അവൻ ഈശോയെ തന്നെ ഈ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ? മാനുഷികതയെ അതിജീവിക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള അധപ്പതനം ആർക്കും ഉണ്ടാകുമെന്ന് ഈ തിരുവചന ഭാഗം പ്രിയ സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പിതാവിനോടുള്ള ബന്ധത്തിലും സ്നേഹമാണ് ഈശോയെ ജീവിതത്തിലുടനീളം നയിച്ചത് എന്നത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ഭക്ഷണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ? ഇത് ഒഴിവായി പോകട്ടെ എന്നൊരിക്കൽ പ്രാർത്ഥിച്ചവനാണവൻ. പിന്നീട് ബോധ്യങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ദൈവത്വം ഉണർന്നു. അവൻ മാനുഷികമായ ബലഹീനതയെ അതിജീവിച്ചുകൊണ്ട് പറയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതുവഴിയായി ഞാനും നിങ്ങളും സ്വന്തമാക്കുന്നത് ഈശോയുടെ ചോദ്യം പിതാവിനോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. അതുകൊണ്ട് പിതാവ് തനിക്കായി ഒരുക്കുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവസ്നേഹത്തിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഈ വിധത്തിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞത്. പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈശോയുടെ അനുസരണം പിതാവിനോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകാശനമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിതാവുമായുള്ള ഗാഢബന്ധം പുലർത്തുന്നു. അതുവഴിയായി പിതാവിനോടുള്ള അവിടുത്തെ സ്നേഹവും വിശ്വാസവും വെളിപ്പെടുത്തപ്പെടുകയാണ്. മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത് പിതാവിനോടുള്ള അവിടുത്തെ സ്നേഹബന്ധമാണ്. സ്നേഹിതനു വേണ്ടി മരിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചവനാണ് കർത്താവ്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം പിതാവുമായുള്ള സ്നേഹബന്ധം, പിതാവിൻ്റെ ഹിതമനുസരിച്ച് മരിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അനുസരണയിലൂടെ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അനുസരണത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസത്തിലേക്ക് വളരേണ്ടത്. ഈ വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ മനോഹരമായ ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം 10-ാം തിരുവചനം സ്ക്രീനിൽ നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എത്ര മനോഹരമാണ് വാക്യം നോക്കിക്കേ. വ്യക്തമാണ് കർത്താവിൻ്റെ വാക്കുകൾ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചിട്ടാണ് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. ക്ലിയറാണ്.
സ്റ്റാൻഡ് ക്ലിയറാണ്. ഞാൻ നിലനിൽക്കുന്നത് എങ്ങനെയാ? എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങളും നിലനിൽക്കും. ഇപ്രകാരം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ സ്നേഹപദ്ധതിയുടെ ഭാഗമായി കണ്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറായെങ്കിലേ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്കും സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധങ്ങളിൽ സ്നേഹം ആയുധമാക്കാൻ നമുക്കും സാധിക്കും. സ്നേഹമാകണം, സമാധാനമാകണം, ശാന്തിയാകണം നമ്മുടെ ആയുധം. ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ.